ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നിപ്പോൾ എടുക്കാൻ ഇറങ്ങിയിട്ടുള്ളത് വെറുതെ ഒന്ന് മിനി ഊട്ടി വരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മിനി ഊട്ടി കൊണ്ട് വന്നപ്പോൾ നമ്മൾ പാണക്കാട് നമ്മൾ ആ പാലുണ്ടല്ലോ, ആ പാലത്തിൻ്റെ അതിലൂടെ ഒന്ന് വന്നുകാണ്ട് കറങ്ങിയിട്ട് എങ്ങനെയാണ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവിടെ ഒരാൾ വല ഇടുന്നു. ഇത് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ അവിടെ ഒരു പാവം മനുഷ്യൻ വല ഇടുന്നുണ്ട്. അത് മീനിനെ പിടിക്കണേ. അത് വല ഇട്ടിങ്ങനെ ചൂണ്ടലല്ല വലയാണെന്നാ തോന്നുന്നു. അവിടെ ഇട്ടീന്ന് നേരത്തെ അയാളെ കയ്യിൽ ഞാൻ കണ്ടീന്ന്. ഇപ്പം അയാളെ കയ്യിൽ ചൂണ്ടലുണ്ട്, വേറെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്കിപ്പോൾ അയാൾ വല ഇടേ ചൂണ്ടലിടേ എന്തെങ്കിലും ആവട്ടെ. എന്താ നീല കളർ നമ്മൾ ഉറപ്പായി. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ എന്തൊരു ബ്ലോഗ് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. അതിലല്ലേ നമ്മളിന്ന് ഇതിനായിട്ട് ഇറങ്ങിയതാണ്. മിനി ഊട്ടി പോകാലോ എന്ന് വിചാരിച്ചിട്ട്. പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല, എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും വന്നതല്ലേ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ആ പാലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ പാലത്തിൻ്റെ അവിടെ വെച്ച് നമ്മളതാ നമ്മുടെ പാണക്കാട് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് അതിന് പറയാ, ആ ഒരു സാധനം കണ്ട് ഞങ്ങളതാ മുന്നോട്ട് ആ ബോർഡ് കണ്ട് ഞങ്ങൾ പോവുകയാണ്. എന്നാൽ ഞങ്ങളാ പാലം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അത്ര കടക്കാരൻ നമുക്ക് വരുമ്പോൾ വാങ്ങാം. ഇതാണ് ആ പാലം. അപ്പോൾ പാലത്തൊക്കെ കിടക്കണ തിരി കമോൺ. അതിൻ്റെ ഒപ്പം തന്നെ പോകണ്ട. ആദ്യം ഈ പാലത്തിൽ ഇങ്ങനൊരു സാധനം ഉണ്ട്, കറങ്ങിയിട്ട് പോകണം. എന്നിട്ട് അത് ഇതാണ് നമ്മളെ പാലം ഗൈസ്. ഇതാണ് നമ്മുടെ പാലം. കണ്ട ചെറിയ രണ്ടാൾക്ക് ഇങ്ങനെ അടുപ്പിച്ച് നടക്കാം. കണ്ട എങ്ങനെയുണ്ട് ഞാൻ പോവും, ഞാനോട് പോവും. അത് പറ, നിക്കാല് എന്താ പറഞ്ഞേ? പറ സംരക്ഷിക്കണം എന്ന് എവിടെ നിക്കാല് പറഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോ നോക്കില്ല, പിന്നെ എനിക്ക് പോകാൻ പറ്റുമോ? ഞാൻ എന്നെ പിടിച്ചാൽ നിന്നാലും ഇനിയും മുക്കി താത്തൂലേ? എനിക്കും വേണ്ടി ഞാനും മരിക്കേ? ആഹാ, ഇതെണ്ട ഗൈസ്, പാലത്തിന്റെ ഒത്ത നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ പുഴ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ രസം. മഴത്ത് അടിപൊളിയാണ്. ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് മഴത്താണ് കൂട്ടുകാർ. എന്ത് തൊട്ടപ്പോകത്തിനാണ് പോകേണ്ട, വരുത്തി അവിടെ നിന്ന് പേടിച്ച് ഓക്കെ. ചാടിയൊക്കെ ഫാമിലി അല്ലേ? ആഹാ, നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ കാണാൻ ഗൈസ്. അപ്പോൾ ഞങ്ങളിതൊന്ന് ആസ്വദിക്കട്ടെ. ഞങ്ങൾ ആസ്വദിച്ചിട്ട് അടുത്ത ഒരു ഇതിലേക്ക് വരാം. ഇത് ഇവിടെ എന്തോ ഒച്ചപ്പൊക്കെ, ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെ തങ്ങ എങ്ങനെ ഇത് വീടാ? ആരുണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് എനിക്ക് പറയാൻ പറ്റില്ല. അതെ, ആടിക്കളിക്കുന്നു. അവിടുന്ന് വരികയാണ് ആൾക്കാർ. അവിടുന്ന് രണ്ടാൾക്കാർ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ആടിക്കളിക്കുന്നത്. എവിടെ? ഇല്ല, വണ്ടി പോവാനൊക്കെ പറ്റും, വണ്ടിക്ക് പോവാൻ പറ്റും. പക്ഷെ അവിടെ ആ സാധനം ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല. ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് വരുമ്പോൾ സെൽഫി എടുക്കാം. ബാ മോളെ. മുടിയിട്ടിയ ബോറായിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഹെൽമെറ്റ് ഇട്ടിട്ട് എന്തോ ഒരു അത് ഇതായിട്ടില്ല ഗൈസ്. ഇതാണ് പാലത്തിൻ്റെ എൻഡ് കേട്ടോ. ഇവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട് അല്ലേ? ഇവിടെ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാലത്തിൻ്റെ എൻഡ്. അവിടെ ഫാമിലി ഉണ്ട്, അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടുന്ന് പാലം കഴിഞ്ഞ് ഇതായി റൂട്ടിന് ഇങ്ങനെ വന്ന് ഇവിടേക്ക് കുറച്ച് ഫാമിലീസ്, ഇവിടെ ഫാമിലി, അവിടെ ഫാമിലി എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ വന്ന് കണ്ടൊക്കെ ഇങ്ങനെ, ഇത് ആരാൻ്റെ തൊടുവാണ്, നമുക്കധികം വരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല പച്ചപ്പ് പുതച്ച കാഴ്ചകൾ. മൊത്തം നല്ല പാണക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പാണക്കാട് എന്ന് പറയുമ്പോൾ ലീഗാണ്, മുസ്ലിം ലീഗാണ് ഫസ്റ്റ് മനസ്സിൽ കയറുന്നത്. അതേപോലെ തന്നെ പാലം പച്ച, മൊത്തത്തിലൊരു പച്ചപ്പാണ് അല്ലേ? പാണക്കാട് ഒരു പച്ചപ്പാണ്, ലീഗിൻ്റെ പച്ചപ്പ്. അപ്പോൾ ഈ പച്ചപ്പ് പുതച്ച ഈ നാട്ടിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ മിനി ഊട്ടിയിലേക്ക് യാത്ര തിരിക്കുമെന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നു. അതൊക്കെ ചെയ്യുന്ന മുന്നേ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന മുന്നേ
ഞങ്ങൾ കുറച്ചൊരു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഇവൾക്ക് സ്ലോ മോഷൻ വേണമല്ലോ. എന്ത് കണ്ണെന്തായി? കണ്ണ് ഇതാന്നിട്ട് എൻ്റെ ഫോണൊക്കെ വെച്ചില്ലേ? ഒരുത്തി ഇങ്ങോട്ട് പറയണേ ഈ ഫോണ് കയ്യിൽ പിടിച്ചാണ് ഇങ്ങനെ നടക്കുന്നു കേട്ടോ. ഒരുത്തി പറയണേ ഈ ഫോണൊക്കെ ഞാനിപ്പോൾ എൻ്റെ കൈ തട്ടി തോട്ടക്ക് ഈ പാലത്തമ്മക്ക് അടിയിക്ക് താഴേക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഇങ്ങോട്ടിങ്ങനെ വെറുതെ ചോദിച്ചു. അപ്പം ഞാൻ റിയാക്ഷനൊന്നും ഇടാൻ നിൽക്കില്ല, അതിൻ്റെ ഒപ്പം ഇഞ്ചും പൊയ്ക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുത്തിടും. ഉള്ള കാര്യം പറയാലോ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ ചുരുക്കം എന്താണ്? സൂക്ഷിക്കുക, ഫോൺ സൂക്ഷിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാൻ നേരത്തെ ഒരു കാര്യം കണ്ടിട്ടോ. ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നത്, തല കുത്തനെ വീണ് കിടക്കുന്നത്. കാറ്റത്ത് വീണതാണോ എന്താണെന്നറിയില്ല, എന്തായാലും വീണ് കിടക്കുന്നുണ്ട്. ഈ വെട്ടിട്ടതാണോ? ആ കണ്ടിട്ട് വെട്ടിട്ടതാ രണ്ടും തോന്നുന്നുണ്ട്. കാറ്റത്ത് ആടി ഉലഞ്ഞ് വീണതായിട്ടും തോന്നുന്നുണ്ട്, വെട്ടി ഇട്ടതായിട്ടും തോന്നുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴാണല്ലോ ഒരു താഴ്ച, പാലത്തിനൊരു താഴ്വ് ഫീൽ ചെയ്യുന്നു. നമ്മളങ്ങോട്ട് താഴ്ന്ന് ഇങ്ങോട്ട് പോണ മാതിരി ഫീൽ ചെയ്യുന്നു. ആ വെയിലോണ്ട് ഇതൊക്കെ എന്ത് കാണില്ല നമുക്ക്. അങ്ങനെ പാലത്തിനോട് നമ്മൾ ഇവിടെ പറഞ്ഞു പോയി. ഇതാണ് അതിൻ്റെ വലിയൊരു സാധനം കണ്ട. ആദ്യമേണത് താങ്ങി നിർത്തണം. എന്തായാലും നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോവാം നമുക്ക്. അപ്പോൾ പാലം ഇതിൻ്റെ പുറമേ നമ്മൾ കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അതിൻ്റെ കറക്റ്റ് വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം. ഇതിലും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാണക്കാടിനോട് ഞാൻ വിട പറഞ്ഞ് പോവുകയാണ് ഗൈസ്. നല്ല വെയിലുണ്ട്. കുറച്ച് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ നല്ല മയക്കാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോട്ടൊക്കെ എടുത്തിരുന്നു. ഇതാണ് ഞങ്ങൾ ഇതിൻ്റെ വ്യൂ. ഇതാണ് ഇവിടുത്തെ പാലം. ഈ പാലമാണ് ഇപ്പോൾ മൊത്തമായിട്ട് നമ്മൾ കടന്ന് വന്നത്. ഏതാല്ലേ രസം ആണ് നമ്മൾ പാണക്കാട് പാലം. അപ്പോൾ പാണക്കാടിനോട് നമ്മൾ വിട പറഞ്ഞു പോവുകയാണ്. ചായ കുടിക്കണോ? എൻ്റെ ഹെൽമെറ്റ് അവിടെ തന്നെ ഉണ്ട്. അതാണ് മെയിൻ. ഉണ്ട്, വെറുതെ പേടിപ്പിക്കണം. അതൊക്കെ അവിടെ തന്നെ അതാ ഇരിക്കണം, അവിടെ ഇരിക്കുന്നുണ്ട്. ഭാഗ്യം. ആ ഹെൽമെറ്റ് പേടിയാണ്. ഇൻ്റെതല്ലേ, ഒന്നാമത് ഇൻ്റെതല്ല. എന്താ പറയുമ്പോൾ വില പിടിപ്പുള്ള സാധനമാണ് ഈ ഹെൽമെറ്റ് ഉണ്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോകണം. അപ്പോൾ നമുക്ക് മിനി ഊട്ടി അടുത്ത് കാണാം. അങ്ങനെ നമ്മൾ ഇതാ കയറിയിട്ടുണ്ട്. ഒരുത്തി ഇരിക്കണമൊക്കെ വെയ്യാന്ന് പറഞ്ഞിട്ട് സംഭവം എന്താ പറയുക, ഈ റോഡ് ഇത് ടാറിട്ടിട്ടില്ല, കൊയ്യാണ്. എന്നിട്ട് ഞങ്ങൾ മൊത്തം കുണ്ടും കൊയ്യാണ് ഇവിടെ. അവിടുന്ന് മുതൽ മൊത്തമായിട്ട് കാറൊക്കെ വരുന്നുണ്ടോ, അവിടുന്ന് മൊത്തമായിട്ട് ഇവിടുന്ന് അവിടം വരെ കുണ്ടും കുഴിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ അങ്ങനെ ഉണ്ടെന്നാവും. എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അതൊരു വേറെ തന്നെ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നിങ്ങൾ. ഏതാല്ലേ മലപ്പുറം ജില്ല മൊത്തമായിട്ട് ഇങ്ങനെ കാണാം. മൊത്തമായിട്ടല്ല, ഒരു ഭാഗം മൊത്തമായിട്ട് ഇങ്ങനെ കാണാം. ഏതാല്ലേ പറഞ്ഞ പോലെ അതായത് ഏതൊക്കെയാവും സ്ഥലങ്ങളൊക്കെ. ഓക്കെ, അടിപൊളി, നല്ല രസമുണ്ട് കാണാനല്ലേ. ഇവിടെ എന്തൊരു മണ്ണൊക്കെ കൂട്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ഇത് കരിങ്കല്ല് മണ്ണാണ് തോന്നണേ. അതന്നെ മണല്, നമ്മളെ കരിങ്കല്ലിന്റെ മണ്ണ് അതന്നെ എടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഇത് ഇവിടെ കുറേ പൊളിച്ചിട്ടിക്കണുണ്ട്. അതൊക്കെ നേരെ മുന്നിലതൊക്കെ പൊളിച്ചിട്ടിക്കണുണ്ടോ, അതൊക്കെ പൊട്ടിച്ചുകാണ്ട് ഇങ്ങനെ വെച്ചേക്കരുത്. അതങ്ങനെ പാറൊക്കെ പൊട്ടിച്ചുകാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും എന്നാണ് തോന്നുന്നു. അപ്പം എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ ഒക്കെ വന്നിരിക്കാൻ. പക്ഷേ കയറണമെങ്കിൽ അത്യാവശ്യം നല്ല കയറ്റവും ഉണ്ട്, ഇതുമുണ്ട്. ഈ ലോക്കൽ വണ്ടിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിടും. എൻ്റെ കുറച്ച് ലോക്കലാണ്. പക്ഷേ എൻ്റെ ടയറിൻ്റെ ഇത് കാണുന്നുണ്ട്, നൂല് കാണുന്നുണ്ട്, മൊട്ടയിക്കണ്. കുറച്ച് മുന്നേ ആയതാണ്. പക്ഷെ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കെന്നാൽ മുന്നോട്ട് പോയാലോ. നമുക്ക് മിനി ഊട്ടി ഏകദേശം നമ്മൾ കവർ ചെയ്തേക്കണ്. ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ നമുക്ക് പോകണം. നമുക്ക് പോയേക്കാം. എന്താ ഇതിൻ്റെ മുടി ഇങ്ങനെ, ആ തന്തപ്പൊടിനെ കൊണ്ട് വെട്ടിച്ചതാണിത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, മിനി ഊട്ടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ പാർക്കിലേക്കൊന്ന് കയറിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം. കണ്ടോ, അതിൻ്റെ ഇടക്ക് മഴയും പെയ്തു, റൂട്ടും തെറ്റി. ഞങ്ങൾ എയർപോർട്ട് വ്യൂ കാണാൻ പോയതാണ്, വേറെ ഏതോ വ്യൂവിലേക്ക് എത്തിക്കണം.
പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വഴി തെറ്റിക്കണ്, പിന്നെ ഒരിക്കൽ വരാന്ന് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ആടി നല്ല മസാലകളുണ്ട്. ആനതാ, ഇതേതാ നമ്പൂരി ചേട്ടാ. ഇതാണ് നമ്മളെ മിനിയൂട്ടിത്തെ ഒരു പാർക്ക്. ഈ പാർക്കിൻ്റെ പേരെന്താടി? ഈ പാർക്കിൻ്റെ പേരെന്താ? അങ്ങനെ എന്തോ ഒരു ലാൻഡാണ്. ഈ ലാൻഡിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ തീറ്റപ്പണ്ടാറൻ നമ്മളപ്പം കൂടി കേട്ടാ. ഒറ്റക്ക് തിന്നേണ്ട ഒരു കഷ്ണം നമുക്ക് തിന്നെ. ഇവിടെ നല്ല വെയിലാടും. അങ്ങോട്ട് പോവാ. തീറ്റപ്പണ്ടാറൻ തിന്ന് തുടങ്ങി. കയ്യിലുള്ളത് മാങ്ങ, അരിനെല്ലിക്ക, കൊരച്ചിലെ. ഇതാണ് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോ ഇവിടെ ജിറാഫിനെ കണ്ടു, ഇവിടെ ആനനെ കണ്ടു, പിന്നെ ഇവിടെ തീറ്റപ്പണ്ടാരത്തിനെ കണ്ടു. തിന്നണതാ, തിന്ന് നമ്മുടെ മിനിയൂട്ടി ഇവിടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കട്ടെ. നമ്മളെ മാങ്ങ തട്ടിപ്പറിക്കട്ടെ. അത് ഫുള്ള് തിന്നാൽ കിട്ടുന്നിരുന്നു. അതെന്താ മറ്റേ ചെമ്മീൻ്റെ മസാലയാണ് തോന്നുന്നത്, അതിൻ്റെ സ്മെല്ല്. ഇവിടെ അതിൻ്റെ മേലൊരു കൈത, രണ്ട് പോത്തുകളും ഉണ്ട്. നല്ല രസമാണല്ലോ ഇവിടെ. ഒരു വലിയൊരു കുന്നാണ്ട് താഴേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരിത്. ഓ ഇന്റെ മാങ്ങ എടിയാ. അങ്ങനെ ഇരുന്ന് കുഴങ്ങി. വ്യൂ കണ്ട് അതും കുഴങ്ങി. നേരെ 6 മണി. ഇത്രയും നേരം ഞങ്ങളിവിടെ ഇരുന്ന് ഈ പാലത്തുമ്മ കണ്ട ആളുകൾ. ഇവിടുത്തെ ഏറ്റവും വലിയ പാലമാണ്, ഗ്ലാസ് പാലം. ഗ്ലാസ് ഉള്ള പാലാണ്. ഇവിടെ ചെറുതൊന്നുണ്ട്, ഇവിടെ പുറത്ത് വലുതൊന്നുണ്ട്. ഇത് വലുത്. ഇതായിരുന്നു ആദ്യത്തെ പാലം. പ്രത്യേക കാഴ്ച എന്ന് വെച്ചാൽ ഇത് കണ്ട മേലെക്കൂടി. ഇതിനെന്താ പറയടി? എന്തോ പറയുന്നില്ല, എന്തോ ഒരു സംഗതി പറയും. അതാ പോകുന്നു. പോയി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. തട്ട് കൊടുത്തു. അപ്പോൾ ഓക്കെ.